എന്താണ് ബ്രോ പേരൊന്ന് പറയോ? ഇതാണ് അഭിമന്യു. ഓക്കെ ഓക്കെ. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഇത് എന്താണ് ഇത് ആക്ച്വലി? എന്താ പേജ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ? ഇൻസ്റ്റാഗ്രാമാണ് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. ഇത് എന്താണ് നമ്മുടെ കോളേജ് പിള്ളേരൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു പബ്ലിക് ഇവന്റ് ആണ്. പബ്ലിക് ഇവന്റ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇതിന് പെർമിഷനൊക്കെ മറ്റേ ആണ് ഈ വോള് ലീസിനെടുത്തത്. അവരെ ത്രൂ നമ്മൾ കിട്ടിയതാണ്. അവര് ഞാൻ നമ്മുടെ ഇവന്റ് സ്പോൺസർ വരുന്നത്. ഓരോ വാളിന്റെ ഓരോ സെക്ഷനനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ തീമായിട്ട് ഇങ്ങനെ പോവാണല്ലേ? ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിന്റെ കൂട്ടത്തിൽ ഈ അഡ്വർടൈസ്മെന്റ്സ് വേറെ ഇത് പണ്ടുണ്ടായിരുന്നല്ലേ? പണ്ടുണ്ടായിരുന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആർട്ട് വേർഡ്സ് ഒക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. എപ്പോഴാണ് സ്പെഷ്യൽ ഗസ്റ്റ് എന്തെങ്കിലും വരുന്നത്? 5:30 വരില്ല? 5:30 വരും. അക്വാസ്റ്റാർ ഇവർ എടുത്തിട്ട് ഇവർക്കാണ് കോൺട്രാക്ട് കൊടുത്തേക്കണേ. ഇവരുടെ ഇലക്ട്രിക് ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വെഞ്ചറാണ് ഇവരുടെ. ലൈക്ക് ആർട്ടും ആർക്കിടെക്ചറും അങ്ങനെ ഒരു മിക്സ്ചർ, അതിന്റെ ഒരു കോംബോ ആണ്. ആർക്കിടെക്ചർ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ്. ഓക്കെ ഓക്കെ. കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ കൾച്ചർ കണ്ടിട്ട് കൊച്ചിയിൽ പിന്നെയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ പിന്നെയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ അങ്ങനെ കൾച്ചറില്ല. അപ്പം ആ ഒരു രീതിയിലാണ് ആർട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. അരിയങ്ങാടിയിൽ ഒരു സ്കെച്ചിങ് വർക്ക്ഷോപ്പ് ആണ് ഇരുന്നത്. ഞങ്ങളുടെ രണ്ടാമത്തെ ഇവന്റാണ് ഇത്. രണ്ടാമതാണ്. മുമ്പ് അരിയങ്ങാടിയിൽ ചെയ്തായിരുന്നല്ലേ? സ്കെച്ചിങ് വർക്ക്ഷോപ്പ് ഞങ്ങൾ ചെയ്തിരുന്നു. ഓക്കെ. ഈ റോഡിന്റെ സൈഡായ കാരണം ഭയങ്കര നോയ്സും വണ്ടിയുടെ ശബ്ദം കാരണം നമ്മൾ പറയുന്നത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ പേര്? അഭിരാമി. എൻ്റെ പേര് അനൂപ്. അയോണ അല്ലേ? ഓക്കെ. എവിടെ? തൃശ്ശൂർ ആണല്ലേ? ഓക്കെ. കോൺസെപ്റ്റ് എന്തായിരുന്നു? വാട്ട് ഇഫ് ഗോഡ് ഇസ് മോർട്ടൽ, അതായത് ദൈവം നമ്മളെപ്പോലെ മനുഷ്യരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മോർട്ടലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തീമാണല്ലേ? നല്ലൊരു തീമാണ്. അപ്പോൾ സെൻറ്ററിൽ നിൽക്കുന്നതാണ് ഗോഡല്ല, ഗ്രീൻ കളറിൽ. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സൊസൈറ്റിയിൽ 3 കാറ്റഗറി ആൾക്കാരുണ്ടല്ലോ. ഗോഡിന് വിശ്വസിക്കുന്നത്, ഗോഡില്ലാന്ന് വിശ്വസിക്കുന്നത്, രണ്ടിലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ ഓഡിയൻസിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ചെയ്തേക്കുന്നത്, പെയിൻറ്റിങ്. എന്ന് വെച്ചാൽ ഇത് ഹ്യൂമൻ ബീങ് എന്ന് വെച്ചാൽ ഇത് ഓരോ ഇതൊരു മെയ്സിൻ്റെ രൂപത്തിലാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓരോന്നെന്ന് പറയുന്നത് ഓരോ ജനറേഷൻസാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ ആൾക്കാർ ഒരു ഹ്യൂമൻ ബീങ്ങിനെ തന്നെ കണ്ടിട്ട് ഗോഡെന്ന് വിളിച്ചു. അത് പിന്നീട് ഓരോ ജനറേഷൻ കഴിയും തോറും അതിൻ്റെ സ്റ്റോറി ആഡ് ഓൺസ് വന്ന് ഗോഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ കാര്യം മാറി. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ 3rd കാറ്റഗറിയിലത്തെ ആൾക്കൊരു ഉള്ളിലൊരു തോട്ട് വന്നു, എന്തുകൊണ്ട് ഒറിജിനലിലുള്ള ആൾ ഞാൻ തന്നെ ആയിക്കൂടാന്ന്. അപ്പം അങ്ങനെയാണ് ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി, അയാളെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത്. അതായത് പണ്ട് അവിടെ ഗോഡായി കരുതപ്പെട്ട ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഉള്ള കോൺസെപ്റ്റും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സാധാരണ മനുഷ്യന് റിയലൈസേഷൻ പോലെ വരുന്ന. ഇവർക്ക് ഇത് ഒറിജിനലിക്ക് ഇതിലൊരു ഏതിന്റെ ഒരു തുടക്കം ഒരു ഒറിജിനൽ ഉണ്ടാവൂല്ലോ എല്ലാത്തിനും. അപ്പൊ ഒറിജിനലിക്ക് പോകണമെങ്കിൽ ഒരു പസിൽ സോൾവ് ചെയ്യണം. പസിൽ പക്ഷേ ലാസ്റ്റ് ക്ലോസ്ഡ് ആണ്, കാരണം അതിന്റെ ഒറിജിനലിക്ക് നമ്മൾ ഒരിക്കലും എത്തില്ല. ഈ ജനറേഷൻ പോകും തോറും ഈ 3 കാറ്റഗറിയിലെ ആൾക്കാർ വീണ്ടും ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പസിൽ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഒരിക്കലും ടൈം ബാക്കിലേക്ക് പോകില്ല. ആ ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു വിഷനാണ് എന്തായിരിക്കാം എന്നുള്ളതിന്റെ. വാട്ട് ഇഫിനെ ആഡ് ചെയ്തതിന്റെ മുന്നിൽ വാട്ട് ഇഫ്. ഓക്കെ, വെരി ഗുഡ്. നൈസ്. കണ്ടിന്യൂ പ്ലീസ്. ഓൾ ദി ബെസ്റ്റ്. അതേപോലെ ഇത് ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓരോ കോൺസെപ്റ്റാണ്. മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ചെറുതായിട്ട് ജസ്റ്റ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? എന്താ പേര്? ജയലക്ഷ്മി. തൃശ്ശൂർ. ഫ്രീഡം ഓഫ് ഇമാജിനേഷൻ. ഓക്കെ. സിംഗിൾ പോയിന്റ് ഓഫ് വ്യൂ ഇമാജിനേഷൻ ആണോ അതോ ലൈക്ക് വൺ ഐ കാണുന്നുള്ളൂ? അതാണ് ഞാൻ ചോദിച്ചത്. അത് നമ്മുടെ ഇമാജിനേഷൻ ആണ്. ആണല്ലേ?
I can imagine, he can imagine, you can imagine. ഓക്കെ എന്ത് വേണം എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യും. എന്ത് വേണമെന്നുള്ളത് നമ്മൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ഇതും വരുന്നുണ്ട്. വൈബാണ്. ഒറ്റയ്ക്ക് നിന്നിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബോൾ. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ആൻലെറ്റ്. ഓക്കെ ഓക്കെ. എന്താണ് കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് ഒന്നുമില്ല, ലൈക്ക് എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ലൈക്ക് ഞാൻ കാണുന്ന ഓരോ എന്തെങ്കിലും ഐ മീൻ എനിത്തിങ് ആയാലും ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഇൻസ്പയർ ആവണത് ഞാൻ അത് ഇൻ കേസ് എൻ്റെ വർക്കിൽ ഞാനത് മാക്സിമം കൊണ്ടുവരാൻ നോക്കും. സോ ഐ ഹാവ് എ സ്റ്റൈൽ. ഇപ്പം ഡൂഡിലാണ് എൻ്റെ സ്റ്റൈല്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു എനിക്ക് എപ്പോഴും എൻ്റെ ഒരു എന്താ പറയുക ഒരു ക്യാൻവാസ് ഒരു ഇത് തരുവാണെങ്കിൽ എനിക്ക് ആ ബോൾ മൊത്തം ഫില്ല് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. സോ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രിക്കേറ്റാണ്. സോ നേച്ചറിന് കണ്ട ഇൻസ്പയർ ആയ കുറേ കാര്യങ്ങളാണ് ഇതിൽ പാറ്റേൺസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കണം. സോ ഇറ്റ്സ് ലൈക്ക് ഫാൻറ്റസൈസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. സോ ഐ ലവ് ഫാൻറ്റസി. അതാണ് ഇതിൻ്റെ മെയിൻ തീം. ഓൾമോസ്റ്റ് മാച്ചിങ് ലൈക്ക് കുറച്ച് കാര്യങ്ങൾ മാച്ചിങ് ആണ്. കാരണം ഞാൻ ലേച്ചർ ലവറാണ്. ഓക്കെ. ഐ ഡോണ്ട് ലൈക്ക് ടൗൺ ലൈക്ക് സിറ്റി ലൈഫ്. എനിക്ക് കൂടുതലും കാടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആണ് ഇഷ്ടം. അവിടേക്കാണ് ഞാൻ യാത്രകൾ പോവുക. ഞാനൊരു ട്രാവലറാണ് ബേസിക്കലി. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ലൈഫിൽ നിന്ന് വേർതിരിഞ്ഞ് നമ്മളിങ്ങനെ നേച്ചറോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സംഭവമാണ് നേച്ചർ. ലൈക്ക് ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടിയായിട്ടും എപ്പോഴും ഇൻസ്പയർ ആണെന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് കോൺസെപ്റ്റ് അങ്ങനെയാണ്. ലൈക്ക് നമുക്ക് അബ്നോർമലായിട്ട് കുറച്ച് അബ്നോർമലായിട്ടുള്ള ആൾക്കാർക്ക് അവരെ ഏത് ഒരു എന്ത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്ത് പെർസ്പെക്റ്റീവിൽ എന്ത് ഫാക്ടറാണ് അവരെ ഈ പറയണ പോലെ ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇന്നർ പീസ് കൊടുക്കണത് എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ആ ഒരു ഫാക്ടർ അവർ എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അത് കൂടുതൽ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ദിസ് പീസ്. അപ്പോൾ ഇനി ഓൾ ദ ബെസ്റ്റ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഇന്നലെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഒരാൾ തന്നെ ചെയ്തു. അതെ, പറഞ്ഞു. ഞാൻ വന്നപ്പോൾ തൊട്ടിട്ട് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് നെഫ്റ്റ് എന്നായിരുന്നു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് ഒരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ കൂൾ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. കണ്ടിന്യൂ ചെയ്തോളൂ, ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ. ചാനലോ ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ഞാനൊരു ആർട്ടിസ്റ്റാണ്. വൈബ് പിടിക്കൽ മാത്രം ഒന്നും പബ്ലിഷ് ചെയ്യണ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ. ഓക്കെ. എന്താ പേര്? ഹുസ്ന. യാ ഓക്കെ. ഈ റോഡ് സൈഡായ കാരണേ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് റെക്കോർഡിങ്ങിൽ. ഓക്കെ. നമ്മളിവിടെ ഒരു സ്റ്റോറി ലൈൻ പോലെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ അത്? ലൈക്ക് ഫ്രം ദി സ്റ്റാർട്ട് ടു ദി എൻഡ് ഒന്ന്. ഫസ്റ്റ് അഡോളസൻസ് പീരീഡാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ഒരു പെൺകുട്ടിയുടെ ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ഗേൾ എന്നുള്ള കുട്ടിയുടെ മെൻസ്ട്രേഷൻ പീരീഡ്. അതായത് എപ്പോഴും ആർത്തവം ഒരു അശുദ്ധിയാണ്, ഇംപ്യൂറാണ് അങ്ങനെ പറയുന്നിടത്ത് അതിനൊരു എതിരായിട്ടുള്ള അത് ഒരിക്കലും അശുദ്ധിയല്ല എന്നുള്ള പ്യൂരിറ്റിയിൽ നിന്ന് ഉയർത്തെഴുന്നേക്കപ്പെടുന്ന ഒരു കുട്ടീനെ കാണിക്കണേ. അവിടുന്ന് നെക്സ്റ്റ് സ്റ്റേജിൽ അഡൾട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ അവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് LGBT ആണ്. അവിടെ എന്ത് ഫ്രീഡം, അതായത് നമുക്ക് എന്ത് ഫ്രീഡം നമ്മളെ ചോയ്സ് കാണിക്കണതാണ്. പക്ഷെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് സമൂഹം ഇതിന് എതിരായി നിന്ന് നെക്സ്റ്റ് പോകുന്നത് മാരിറ്റൽ റേറ്റിലേക്ക്. അതായത് മാരിറ്റൽ റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കണം, അതായത് മാരേജ് ഈസ് ഓൺലി ഫോർ സെക്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ കാണിച്ചതാണ്. അവിടെ ട്രാപ്പ് ആവുക ചെയ്യണേ. അതിൽ നിന്ന് സമൂഹങ്ങൾ ലാസ്റ്റ് സ്റ്റേജിൽ സമൂഹം ഒരു പെണ്ണിനെ അല്ലെങ്കിൽ അവരുടെ ചങ്ങലയിൽ ഒതുക്കി അങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവരതൊക്കെ ഇതാക്കിക്കൊണ്ട് വുമൺ എംപവർമെൻറ്റ് തിരിച്ച് യൂണിവേഴ്സിലേക്ക് ഫുള്ളി ഫ്രീഡായിട്ട് വീണ്ടും ഉയർത്തെഴുന്നേക്കപ്പെടുന്ന ഒരു ഫ്ലോ ആണ് ചെയ്തത്. അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം, പക്ഷേ അത് ഫൈനലി അത് ആ ഒരു പവറിനെയാണ് കാണിക്കുന്നത്.
കോൺസെപ്റ്റ് ആരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? കോൺസെപ്റ്റ് ഫസ്റ്റ്ലി നമ്മൾ ഇവർ ഏൽപ്പിച്ചപ്പോൾ നമ്മൾ GCന്ന് ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് 4 ഗ്രൂപ്പായി തിരിച്ചു. അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ഓരോ ഗ്രിഡായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓരോരാൾ ഓരോരോ തീം ചിന്തിച്ച് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയണേ ഓരോരാളുടെ തീം ഇത്രയും കണക്റ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ GCൻ്റെ പേരിൽ ഒരു ഫ്ലോ പോലെ തന്നെ അങ്ങോട്ട് വരയ്ക്കാം, ഓരോ ലൈഫ് സ്റ്റൈലും. അങ്ങനെ നമ്മൾ ഗ്രിഡ് അറേഞ്ച് ചെയ്തു, ആ ഒരു ഇതനുസരിച്ച് തീം അനുസരിച്ച് അറേഞ്ച് ചെയ്തു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ട് അവസാനം വരെ സിനിമ പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കാണ്ടിരുന്നാൽ മതി കുറച്ച് നാൾ കഴിഞ്ഞാൽ. ഞങ്ങൾ ശക്തമായി പ്രതികരിക്കണം. നല്ലൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇതാണ് ആരും പറയാതെ, ഇത് നമ്മൾ ഒരിക്കലും പറയാനോ അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനാണ് ശ്രമിക്കണേ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് സംഭവം പറയുമ്പോൾ പറയും, ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കാൻ പറ്റില്ല, അത് സത്യാവസ്ഥയാണ്. പക്ഷെ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു ചിന്തിച്ചില്ലെങ്കിൽ അത് കൂടുതൽ നമുക്ക് എപ്പോഴും ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിലൂടെ ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. ഗുഡ്. ആർട്ട് ഇസ് എ വെരി ഗുഡ് മീഡിയ ഫോർ എക്സ്പ്രസിങ് അവർ ഫീലിംഗ്സ്, നമ്മുടെ ഐഡിയാസ്. ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ അതെ അതെ. പക്ഷേ ഓൾ ദി ബെസ്റ്റ്. സോ ഓൾ ദി ബെസ്റ്റ്. പേര് മറന്നു കഴിഞ്ഞാൽ? പേര് ഹുസ്ന. ഹുസ്ന അല്ല, ഓക്കെ. ഇവിടെ GC ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ആർക്കിടെക്ട്. ഫൈൻ, ഓക്കെ. താങ്ക് യു. ഉപഹാരം കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ ഉണ്ട്. ഇവിടെ ക്ലബ് FM-ൻ്റെ വണ്ടിക്ക് വന്ന് എടുക്കണ്ടല്ലോ ഫുള്ള്. ഇത് വേറൊരു ഫോം, ഓൾമോസ്റ്റ് ക്ലീനായി, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ ടീമാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ഈ കൊറോണ ടൈമൊക്കെ ആയിട്ട് നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. കൊറോണ ടൈമിൽ നിന്ന് കുറേ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ മാറി നിന്ന് പോയിക്കൊണ്ട കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ ചെരുപ്പ് കുത്തികളെയും വഴിയിൽ ചെയ്യുന്ന ഇവർ, പിന്നെ കുട്ടികൾ കളിക്കുന്നതും ഒറ്റപ്പെട്ട് കുറേ അവസ്ഥകളൊക്കെ ഉണ്ട്. ഓക്കെ. കാരണം മനുഷ്യന്മാരായാലും ഒരു ഫ്രീഡം എന്ന ബേസ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലുള്ളതാണ് പഴയും പുതുമയും കാണാതെ പോയതും ഇന്ന് ലോകം കാണാതെ പോയതും കൊറോണ കാരണം മാറിയതും അങ്ങനെയായ സംഭവങ്ങൾ. അതെ അതെ. കൊറോണ കാരണം ഒരുപാട് സന്തോഷങ്ങളും അതേപോലെ സ്കൂളിങ്ങും പിള്ളേരുടെ ആ ഒരു ഭാവിയൊക്കെ കുറേ നമ്മൾ മാറ്റി വെക്കേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ കാഴ്ചകളെന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും അതുപോലെ ആളുകൾ കാണുന്നതും ഇങ്ങനെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കി. ഓക്കെ ഓക്കെ ഓക്കെ. നന്നായിട്ടുണ്ട്. അതൊരു ആളുകളായാലും ജോലി ഇല്ലാണ്ട് ഭക്ഷണം പോലും കിട്ടാത്ത ഒരുപാട് പേര് കൊറോണ കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത് എനിക്കാണ്. അങ്ങനെയുള്ള നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ജോലിക്കും പോയി നാട്ടിലേക്ക് തിരിച്ചു വന്നു. എല്ലാവർക്കും തന്നെ പ്രശ്നം. സോ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഗ്രേ സ്കെയില് അല്ലെങ്കിൽ ഗ്രേ പെയിന്റിങ്ങിന്റെ മുകളിൽ വേറെ ഒന്നും ചെയ്യില്ല. ഇത് കംപ്ലീറ്റഡ് അല്ലേ? ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് അല്ലേ? അതിന്റെ മുകളിൽ പെയിന്റിങ് വരും? വേറെ ഇല്ലല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഒരു ഷെയ്ഡിങ് പ്രത്യേകിച്ച് കുട്ടികളുടെ ആ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടും ആ കുട്ടികളുടെ ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ കൂടി വന്നപ്പോൾ ആ ഒരു സെക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ മോശമെന്ന് പറയല്ല കേട്ടോ, എനിക്കത് കുറച്ചുകൂടി ഇതായിട്ട് തോന്നി. ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ഷനൊക്കെ വെരി ഗുഡ്. ഇതെല്ലാം കൂടി ഒരാളാണോ വരച്ചത്? ഇല്ല, ഞങ്ങളൊരു 4 പേര്. എന്താ പേര്? ഗ്രീഷ്മ. സിയ. ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അഭിജിത്ത്. ആ ഓക്കെ. വേറെ ആരാണ് ഇതിൻ്റെ കൂട്ടത്തിൽ? ആളുടെ പേരെന്തായിരുന്നു? മൈക്കിൾ അല്ലേ? ഓക്കെ ഓക്കെ, കണ്ടിന്യൂസ്. ഈ വിയൂർ ഹൈവേയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രിസൻ്റെ നേരെ മുന്നിൽ കാണുന്നതാണ്, കണ്ടോ? അത് ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ഒക്കെ ഭയങ്കര വില കുറവുള്ള സ്ഥലം. ഇത് കുറേ നാളായി തുടങ്ങിയിട്ടാണ്. പ്രിസൻ്റെ ഉള്ളിൽ തന്നെ മേക്ക് ചെയ്തിട്ട് അവർ ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലെ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പലപ്പോഴും പാർസൽ മേടിച്ചിട്ടുണ്ട്. ചില ഒരു പ്രാവശ്യം എന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഹോസ്പിറ്റലായിട്ട്. അതെ 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 അതെ. ഓക്കെ, ഇത് ഫ്രീഡം വാൾ. ഈ ഒരു കോൺസെപ്റ്റിന് അവർ ഇട്ടേക്കുന്ന പേര് ഫ്രീഡം വാൾ. ഓക്കെ. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇതിൽ ഇത്രയധികം പിള്ളേരുടെ ഒരു സിഗ്നേച്ചറാണ് ഇവിടെ കിടക്കുന്നത്. അത് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ലൈക്ക് നമുക്ക് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ
നമ്മൾക്ക് നമ്മുടെ നാട്ടിലൊരു ചുമരിലെ ഒരു ഭംഗി കൂട്ടാനായിട്ട് അതിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് നമ്മൾക്കൊരു ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുക, ഒരു എന്താ പറയുക, നമുക്ക് അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളത് ആ പിള്ളേർക്ക് എപ്പോഴും ഒരു ഈ ഒരു ഏജ് ചെറിയ പ്രായത്തിൽ 18 വയസ്സ് 19 വയസ്സൊക്കെ പ്രായമുള്ള പിള്ളേരാണ് എല്ലാവരും. അപ്പോൾ ആ ഒരു ഏജിൽ തന്നെ ഇങ്ങനെ ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ ഒരു വെഞ്ചറിൽ ഒരു പാട്ടാവാൻ പറ്റിയിട്ടുള്ളത് അവർക്ക് എന്തായാലും ഒരു പ്രൗഡ്, അവർക്കൊരു റെക്കഗ്നീഷനാണ്, അവർക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇവരെങ്കിൽ ലൈക്ക് അവരുടെ വർക്ക് അവരാണ് ചെയ്തതെന്നുള്ളത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കതൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് മാറും. എനിവേ, സോ എല്ലാവരുടെയും പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫ്രീഡം വാൾ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള, അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേരാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എല്ലാ ഫേസും, ഒരു ലൈഫിലുള്ള എല്ലാ ഫേസസും നമ്മൾ കവർ ചെയ്ത് പോയി എത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആ ഒരു വാളും കൂടെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു, പക്ഷേ അപ്പോൾ അവർക്ക് അവിടെ ചെയ്യണമെന്ന് കൂടെ പറഞ്ഞപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് നിർത്തിയതാണ്. ഈ 2 ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിർത്തി. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ഒരു റേസിസ്റ്റ് പ്ലസ് ഒരു ഫീമെയിൽ ഒരു അവസ്ഥ എന്താവും എന്നുള്ള രീതിയിൽ ഒരു ചെയ്തതാണ്. ഒരു അബ്സ്ട്രാക്റ്റ് ഫീമെയിലിൽ ഇങ്ങനെയൊക്കെ ഇത് വരുന്നുള്ള രീതിയിൽ. ശരി ശരി, ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇത് കംപ്ലീറ്റ് ഫ്രീലാൻസ് ആർട്ടിസ്റ്റാണ്, നമ്മളുടെ ഒരു സ്നേഹിതനാണ്, പൂപ്പിയുടെ ഫ്രണ്ടാണ്. പേര് വൈശാഖ്. ഇത് വേറെ സെക്ഷൻ അല്ല, അവിടെ നിന്ന് വേറെ സെക്ഷൻ അല്ലേ? ഇത് പുതിയ സെക്ഷൻ. ഇത് ഫ്രീലാൻസ് ആണ്. ലൈക്ക് ഇത് പബ്ലിക് സ്ലോട്ടായിരുന്നു ഈ ഒരു സ്ലോട്ട്, ബാക്കിയുള്ളത് അത് കോളേജുകൾക്ക് കൊടുത്തേക്കാണ്. ഈ സ്ലോട്ട് മാത്രം പബ്ലിക് സ്ലോട്ടായിരുന്നു. അപ്പോൾ അത് വൈശാഖ് ബ്രോ ഇന്ന് പബ്ലിക്കായി. പക്ഷേ നമുക്ക് ആർക്കും മനസ്സിലാവാത്ത കാര്യം നമ്മൾ ഇന്നും സ്റ്റുഡൻസ് ആണെന്ന്, അല്ലേ? ജീവിതത്തിൽ എന്നും നമ്മൾ സ്റ്റുഡൻസ് ആണ്. എത്ര പഠിച്ചാലും തീരില്ല, അല്ലേ? ചിലർ പഠിക്കൂല, ചിലർക്ക് പഠിച്ച് തീരുമില്ല. എനിവേ, നമുക്ക് ഫ്രീഡം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഏറ്റവും നമുക്ക് ഫ്രീഡം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ സമാധാനം, നമ്മളുടേതായിട്ടുള്ളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രീഡം, നമ്മളുടെ സമാധാനം നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ഫ്രീഡം. ഇപ്പോൾ സത്യത്തിൽ നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തിനും ഒരു നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ അങ്ങനെയാണ്. നമുക്കൊരു ഒന്നിനും നമ്മൾ എന്ത് ചെയ്താലും അത് എന്തിനാണ് അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിലുള്ളത്. ആൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് ഡ്രസ്സ് ചെയ്യാൻ പോലും, ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് ഡ്രസ്സ് ചെയ്യാൻ പോലും സമ്മതിക്കാത്തൊരു സമൂഹത്തിൽ നമ്മളുടെ ഒരു കുഞ്ഞു സന്തോഷത്തിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നമുക്ക് ലഭിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വരുന്നത്. ആൻഡ് അത് മ്യൂസിക്കിനായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടാണ് ബ്രോ ഇത് ചെയ്യണത്. അങ്ങനത്തെ ഒരു ഫ്രെയിമാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രമാണ് പബ്ലിക്, ബാക്കി എല്ലാ സ്ലോട്ടും അലോട്ട് ചെയ്തിരുന്ന കോളേജിനാണ്, ഇത് പബ്ലിക്കിനാണ് കൊടുത്തേക്കുന്നത്, അല്ലേ? ഓക്കെ, ഗുഡ്. ആത്മസമർപ്പണത്തിന് വേണ്ടി ഒരു വേദിയാക്കി കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ആദ്യം തൊട്ട് ഓരോ ചിത്രങ്ങളും മനസ്സിലാക്കി വന്നിട്ടുണ്ട്. ആ കൊറോണ കഴിഞ്ഞുള്ള ഒരു പ്രതീക്ഷയുടെ കാലമാണ് നമുക്ക് ആദ്യത്തെ ആ ഒരു ചിത്രത്തിൽ കണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം, ആ നഷ്ടപ്പെട്ട കാലത്ത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കുട്ടികളെ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വുമൺ എംപവർമെൻറ്റ്, ആ സ്ത്രീകളുടെ ഒരു ഉയർത്ത് എഴുന്നേൽപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ 3 തരത്തിലുള്ള മാനസികാവസ്ഥ, നമ്മളിവിടെ മ്യൂസിയമുണ്ടോ ഇല്ലയോ, ന്യൂട്രാലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ആ കുട്ടികളുടെ മനസ്സിൽ ഉള്ള ആശയങ്ങൾ അവർ
പ്രകടിപ്പിച്ചിരിക്കുകയാണ്. വ്യത്യസ്തമായ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു പൊതുവേദിയാണ് ഈ ഒരു സംരംഭകർ അവർക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപാട് സമയമെടുക്കും അവരുടെ ആ ഒരു കഴിവ് പൂർണ്ണമായിട്ടും അതിൽ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ സിമ്പിളായിട്ട് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് സമയം അവരെടുക്കും. ഈ ഒരു സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കുട്ടികൾക്ക് ഇങ്ങനൊരു അവസരം കൊടുത്തതിന് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. എന്നെ മൈൻഡ് ചെയ്ത് കേട്ടോ. നോ പ്രോബ്ലം. ആ ഡ്രോവറിൻ്റെ ബൈക്കാണ്, എൻ്റെ സ്റ്റിക്കർ വർക്കാണ്, ഇതേപോലെ തന്നെ എനിക്ക് ചെയ്യണം. അപ്പോൾ വിയൂർ വഴി സഞ്ചരിക്കുന്ന എല്ലാവരും ഈ വിയൂർ ജയിലിൻ്റെ ഫ്രണ്ടിലുള്ള ഈ മതിലിൻ്റെ മുകളിലുള്ള ആർട്ട് വർക്ക് വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ യങ് ജനറേഷൻ ഒരുപാട് കോൺസെപ്റ്റോടു കൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി വരച്ചു വെച്ചിട്ടുള്ളതാണ്. ഇത് നശിപ്പിക്കരുത്, ഇത് കാണുക, മനസ്സിലാക്കുക, അത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. പോട്ടെ, വിളിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പം ശരി ബ്രോ, കാണാം കേട്ടോ.